ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വീഡിയോ. ഇതിലൊക്കെ തേച്ച് എന്താ പറയുക, ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല തടി വെച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ ഉണ്ടല്ല, ഓൾറെഡി എനിക്ക് തൈറോയിഡും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഹോർമോണൽ ഇഷ്യൂ കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് അതിൽ അറിയാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് തടിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ വിറകൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഒടിച്ചു. അപ്പോൾ ബാക്കി ഒടിച്ച് ഒക്കെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നത് പൂച്ചക്കുട്ടീനെയാണ്. അപ്പോൾ വെളിയിൽ പൂച്ചക്കുട്ടിയെയും അതിൻ്റെ തള്ളയൊക്കെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇത് കോഴിക്കൂടായിരുന്നു കേട്ടോ. കോഴിക്കൂടിലെ കോഴികളെല്ലാം ചത്തുപോയി. അപ്പോൾ നമുക്ക് അതിലൊരു പൂച്ചക്കുഞ്ഞുങ്ങളെയും അതിൻ്റെ തള്ളയൊക്കെ ഇട്ട്, അപ്പോൾ അതിനകത്താട്ടോ അവർ താമസം. ജിമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് മഴയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കേട്ടോ അവന് ആശ്വാസമായി. അവൻ എവിടെയെങ്കിലും കാണും, അവിടെ ഇരിക്കും. എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടെങ്കിൽ അവിടെ കയറി ഇങ്ങനെ കിടക്കും, കണ്ട. അപ്പോൾ നമ്മുടെ അടുപ്പ് നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി റൂമൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നു കണ്ടിട്ട് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു ഇരിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ എന്താ പറയുക, കുറച്ച് എണീറ്റപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയുള്ളൂ, അല്ലാതെ നല്ല ക്ലീനായിട്ടൊന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ മടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, വീട് എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ചില സമയത്തൊക്കെ മടിയായിരിക്കും ജോലി ചെയ്യാൻ, ഭയങ്കര മടിയാട്ടോ കേട്ടോ. എനിക്കിങ്ങനെ അലർജി പ്രശ്നമുണ്ട്, കണ്ടില്ലേ. എൻ്റെ ഈ മൂക്കിൻ്റെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ നല്ലപോലെ പൊടി ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെറിയൊരു കുരു പോലെ കുരുവല്ല, ഇങ്ങനെ ഒരു പാട് പോലെ വന്നിട്ട് അങ്ങ് ചൊറിഞ്ഞിട്ട് അവിടെ അങ്ങനെ റെഡ് കളറാവും. നമ്മൾ ചേര് കെട്ടാൻ പോകും ഗായ്സ്. ഇവിടെ അയ്യോ, നമ്മൾ എന്താ പറയുക, റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കാപ്പിക്കുരുവൊക്കെ ഉണക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെയിലുള്ളപ്പോൾ നന്നായിട്ട് ഉണക്കിയൊക്കെ വെക്കണം. പുറത്തിരിക്കുകയാണ് കേട്ടോ നനഞ്ഞൊക്കെ. നമ്മൾ അടുപ്പ് കണ്ടില്ലേ, വീണ്ടും ഇങ്ങനെ പുക മാത്രമേ വരുള്ളൂ. കത്താൻ കുറച്ച് പ്രയാസം കേട്ടോ. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് എന്താ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ആളാണ് ഫുൾ നല്ലപോലെ കട്ടായിട്ട് കെട്ടിയൊക്കെ തരുന്നത്. പിന്നെ ഞാൻ വിറകൊക്കെ ഞാൻ തന്നെ പറക്കി വെച്ചു. അപ്പോഴത്തേക്കും ഒരു മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. വെളിയിൽ തുണിയൊക്കെ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകുന്നത്. വെളിയിൽ തുണിയുണ്ട്. പിന്നെ ബ്രൂണോ അതിലേക്കൊക്കെ നടക്കുന്നുണ്ട്. ബ്രൂണോ നടക്കുന്നത് കൊണ്ട് നമുക്ക് കാലൊക്കെ തട്ടും കേട്ടോ അവൻ്റെ ദേഹത്ത്. നമ്മൾ വീഴാൻ പോവും. അവനിങ്ങനെ കാലിൻ്റെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെ കാലെ വന്ന് ഇടിച്ചിടിച്ച് നമ്മളെ വീഴ്ത്താൻ നോക്കും. അങ്ങനെയാണ് അവനെ.
കാപ്പി. അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് രാവിലെയാണ് എടുത്ത ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ചപ്പാത്തിയും കറിയാണ്. അപ്പം നമ്മൾ ചപ്പാത്തിയും കറിയും കഴിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ പുറത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു, സാമ്പാറും ചപ്പാത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ്. ഇത് കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പഴയ ഒരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ കേട്ടോ. അതെനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എല്ലാവർക്കും ഓരോരോ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ നല്ല തടിച്ചു. പിന്നെ ആ ഹരിഷ് അവനിപ്പോൾ 5 വയസ്സാവുന്നു. ജൂലൈ ആകുമ്പോൾ ജൂൺ ആകുമ്പോൾ അവന് 5 വയസ്സായി. അതുപോലെ തന്നെ നാത്തൂൻ അവൾ അടുത്ത പ്രഗ്നൻ്റായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നും ഒക്കെ ആയിരുന്നു. അത്രയും ഗ്യാപ്പായാലും എല്ലാം കൊണ്ടും എന്താ പറയുക, എല്ലാം ഫാസ്റ്റായിരുന്നു. അപ്പോഴവിടെ പെട്ടെന്ന് മഴ ചാർന്നേ. അപ്പം എന്താ പറയുക, അപ്പോഴത്തേക്ക് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകട്ടോ. ബെഡൊക്കെ തലയെണ്ണയും ഒക്കെ വെളിയിലിട്ടുണ്ടായിരുന്നു. ഒന്ന് കുളിക്കും. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം തണുത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി എല്ലാം വെളിയിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ എല്ലാം എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ ആരിഷോട് പറയുന്നുണ്ട്, നീ കൂടെ പോയി സഹായിച്ചൂടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവനങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആശാനിങ്ങി പോയി തിരിച്ചിങ്ങി കയറി വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങി പോകുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ കേട്ടോ ജൂലിയും പിള്ളേരും കിടക്കുന്നത്, ജൂലിയും പിള്ളേരും പിന്നെ കുട്ടും ഒക്കെ കിടക്കുന്ന ഈ കൂട്ടിലാണ്. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനതിലേ പോകുമ്പം. അതാണ്ട് കാപ്പിക്കുരു വെച്ചിട്ടുണ്ട്. ഇനി നല്ല വെയിൽ വരുമ്പോൾ വേണം അതിട്ട് ഉണക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് കയറി വരിക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീടാട്ടോ ഇത്. അപ്പോൾ ഇത് ഇനി പൊളിച്ച് പണിയാനാണ്. ഉണങ്ങിയ ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഉണങ്ങാത്തത് കുറച്ചുകൂടെ ഉണങ്ങാനുള്ളതെല്ലാം ഞാൻ അവിടെ വെയിലത്ത് തന്നെ അവിടെ ഇട്ടു. അപ്പോൾ എല്ലാം ഉണക്കിയിട്ടാട്ടോ പിന്നെ ഞാനെല്ലാം ഇങ്ങനെ എടുക്കുന്നത്. ഇനിയുണ്ട് ബെഡ്ഷീറ്റൊക്കെ ബ്ലാങ്കറ്റൊക്കെ നനച്ചിടാനുണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ നനച്ചിടണം. കാരണം വെയിലിൻ്റെ മഴയുടെ അനുസരിച്ച് വേണം എല്ലാം ചെയ്യാൻ. കാരണം മഴ പെയ്താൽ ഒന്നും നടക്കത്തില്ല, ഉണങ്ങാനും പാടായിരിക്കും, ഒക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വെയിലിപ്പോൾ കുറച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ള തുണിയൊക്കെ നമ്മൾ നനച്ചിട്ട് കുറച്ച് കട്ടി കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ നനച്ചിടുകയും, അപ്പം കട്ടി കുറഞ്ഞിട്ടുള്ള തുണിയാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കുകയൊക്കെ കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ഉച്ചക്കത്തെ ഫുഡ് കഴിക്കായിരുന്നു. ഇടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കത്തെ വീഡിയോസൊന്നും കാരണം തൂക്കണമായിരുന്നു, പിന്നെ മഴ ഇടയ്ക്കൊന്നും ചാറി തുണി എടുക്കണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. വെറുതെ കാരണം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളൊന്നും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക, അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്, ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മയക്കം കേട്ടോ, ഒന്ന് ചുമ്മാ കിടന്നു. അപ്പോഴത്തെ അതേണ്ട ആശാൻ അവിടെ ഇരുന്ന് പട്ടിക്കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ ബ്രൂണോ പിന്നെ എങ്ങനെ വേണേലും ഇരുന്നോളൂ. അപ്പോൾ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അവനിങ്ങനെയൊക്കെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരാൾ മടി കിടക്കുന്നത്, അവനെ കൊഞ്ചും നീക്കാൻ നന്നായിട്ട് മനസ്സിലാവും. അവൻ നല്ല ഒരു കുറുമ്പനാട്ടോ, നല്ലൊരു കുറുമ്പനാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, അത് സിനിമയോടെ കാണുമായിരുന്നു കേട്ടോ. സിനിമയുടെ പേര് ഓർക്കുന്നില്ല, നല്ലൊരു മൂവിയായിരുന്നു. ആ സിനിമയും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എണീറ്റ് പുറത്തോട്ട് വന്നപ്പോൾ അതാണ് അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വണ്ടിപ്പണി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം 6:30 ആവുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വിളക്ക് കത്തിച്ചു. ഓൾറെഡി ഞാൻ കുളിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഞാൻ പുറത്തോട്ട് പോയി കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ പോയി ചായ കുടിക്കാൻ വേണ്ടി പോയി, കാപ്പി കുടിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മളുടെ അങ്ങോട്ട് മാറി നിൽക്കടി. എനിക്ക് പട്ടിക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടേക്കുന്നുണ്ട്, അതിൻ്റെ ഇവിടെയൊക്കെ ചാടുന്നുണ്ട് കേട്ടോ അവർ. ഞങ്ങളുടെ ഫാമിലി ടൈമാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാനും പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്താണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാത്തപ്പോഴും ഇരിക്കാറുണ്ട്. നമുക്കങ്ങനെ കൂടുതലും നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. നമുക്കൊരു ചെയറൊന്നും വേണ്ട. പിന്നെ ആരുഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും ഒക്കെ കേട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ വിശേഷം അങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ ഇരുന്ന്. അവിടെ നിൽക്കി ചേർക്കാം, നീ ഇങ്ങോട്ട് വരാതെ. ഓ അങ്ങോട്ട് മാറിക്കടാ. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 2 പേര് ഇതിലെ കൂടെ വന്നു കേട്ടോ. ഇവർ
എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ അയൽവാസികളാണ്. അപ്പോൾ അവരുടെ മോളെ കാണാൻ വേണ്ടി താഴെ പോയിട്ട് വരികയാണ്. ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ വന്നു. ആ സമയത്താണ് നമ്മളെ വേറൊരുത്തം വന്നാണ്ടല്ലേ തേള്. ഈ സാധനം കാല് കടിക്കുമെന്നോ ഇറുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ട്. എനിക്കറിയില്ല, കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് കടിക്കുമെന്നോ ഇത് ഇറുക്കുമെന്നൊക്കെ അറിയാം. ഇത് വന്ന് വാലും കൊണ്ടായത് കുത്തുന്നതെന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കുത്തിയേക്കാൾ നീല നിറമാകും എന്നൊക്കെ നാത്തും പറഞ്ഞായിരുന്നു. അപ്പം എനിക്കിതിനെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ കേട്ടോ, ഇത് അമ്മ അവിടെ ഇരുന്നപ്പോഴാട്ടോ വന്നത്. അമ്മ എടുത്തോട്ടാണ് വന്നത്. പിന്നെ വേറൊരെണ്ണം എൻ്റെ അടുത്തോട്ടും വന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ദാണ്ട് ഫുഡ് കഴിക്കുകയാണ്. നേരത്തെ ആശാന് വിശക്കുന്നു പറഞ്ഞുകൊണ്ട് 8 മണിയായപ്പോൾ ആശാൻ ഫുഡ് കഴിച്ചു. ആണോ, ഇഷ്ടപ്പെട്ടോ? ഒരുത്തൻ എന്താ പറയുക, അവൻ നിന്ന് ഫുഡ് അടിച്ച് മാറ്റാതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ രാത്രി മാഗി ആട്ടോ കഴിച്ചത്. എനിക്ക് ചോറ് വേണ്ടായിരുന്നു. അപ്പം ഞാൻ മാഗി ആട്ടോ കഴിച്ചത്. രാത്രി ഞാൻ മാഗിയൊക്കെ സെറ്റ് ചെയ്ത് വെജിറ്റബിളൊക്കെ ഇട്ട് ഞാൻ മാഗി കഴിച്ചു. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ഞാൻ എന്താ പറയുക, ഇനി 2 പാത്രം കഴുകി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ കഴുകുക, 2 എണ്ണയല്ലേ ഉള്ളൂ മാഗി ഉണ്ടാക്കിയൊരു പാത്രം, അപ്പോൾ നാളെ കഴുകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും.